ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കുകയാണ്. തുടർന്ന് ആമീൻ രാത്രി കാലം ആമീൻ നമ്മൾ ചെയ്തു വരുന്നത് പോലെ ആമീൻ രാത്രി കാലം ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ആമീൻ 8:30 വരെയുള്ള ആമീൻ സമയം നമ്മുടെ ആമീൻ വിശ്വസിച്ചാൽ ആമീൻ മുൻപോട്ട് കടന്നു വന്നു. ആമീൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് ആമീൻ രാത്രി കാലം ആമീൻ നമ്മളുടെ ആ വചനം പങ്കുവെക്കും. 8:30 ആമീൻ ഹല്ലേലൂയ 8:25 ആമീൻ 8:25 ആകുമ്പോൾ ആമീൻ ഹല്ലേലൂയ സമയമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം നല്ല രാത്രികളിലും സ്തോത്രം. നമ്മൾ തുടങ്ങി വരാറുള്ള സ്തോത്രം കൂട്ടായ്മയുടെ പ്രാർത്ഥന ഈ രാത്രികളിലും നമുക്ക് ഒരുമിച്ച് സ്തോത്രം ഒരുങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മളെ അവിടുന്ന് ഒരുക്കിയ നന്ദിയുടെ സ്തോത്രം ചെയ്യാൻ ശ്രമിക്കാം. ആമേൻ ആമേൻ. ഇതിന്റെ സ്തോത്രം കൂട്ടായ്മയുടെ ചുമതല വഹിക്കുന്ന ദൈവദാസൻ തന്റെ കുടുംബം നമ്മുടെ ഇവിടെ ഭാരത് ദൈവത്തിന് പേരോട് ആയിരിക്കുന്ന പ്രിയ സ്തോത്രം സുരേന്ദ്രൻ ദേവദാസൻ തന്റെ ദാസി സ്തോത്രം പ്രിയ അപ്പറ്റൻ പ്രിയ മത്തായി ദേവദാസൻ സ്തോത്രം പ്രിയ സ്തോത്രം കുഞ്ഞോൻ സഹോദരന്റെ പ്രിയ ദേവദാസി പ്രിയ ജോണച്ചാന്റെ പ്രിയ ദേവദാസി പ്രിയ മറ്റ് നമ്മുടെ കൂടെ എല്ലാ ഇതുവരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയ ദേവദാസി പ്രിയ പത്രോസ ദേവദാസൻ തന്റെ ദാസി സ്തോത്രത്തോട് കടന്നു വന്ന പ്രിയ സഹോദരി തന്റെ കുഞ്ഞുങ്ങൾ ഈ പ്രിയ പിതാവ് ഏവർക്കും വേമരാജ് വാക്കുകളുടെ അരുവനാഥന്റെ നാമത്തിൽ എന്റെ സ്നേഹവചനം പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. സ്തോത്രം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ മൊബൈലിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്തോത്രം എന്താണ് ആരാധന പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം എന്താണ് അവര് ആരാധിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് കയറി ഗർഭിണി വരെ ഇളയവരെ അടിച്ച് ഹല്ലേലൂയ പെണ്ണുങ്ങളെയൊക്കെ അടിച്ച് തലയൊക്കെ പൊട്ടിച്ച് പാട്ടന്മാരെയൊക്കെ അടിച്ച് ഹല്ലേലൂയ വിധവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന അനുഭവമാണ്. അവർക്ക് ആരാധിക്കുന്ന അവിടെ ഇളവില്ലാതെ പോലീസ് സ്റ്റേഷന്റെ വാദത്തിലാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ആമേൻ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ആരാധിക്കാൻ എന്തൊരു സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു തടസ്സവും കൂടാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാട്ടുവാൻ നമുക്ക് കിട്ടിയ മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സന്തോഷിക്കുകയൊന്നും വേണ്ട. സ്തോത്രം ഇവിടെയും അത് ആമേ കടന്നു വരും. ഹല്ലേലൂയ സ്തോത്രം ആമേ. നമ്മളൊരു പ്രാർത്ഥനകൾക്ക് വേണ്ടി നമ്മൾ യാചിക്കും. കൊറോണ സമയത്ത് നമ്മൾ അറിഞ്ഞില്ലയോ? ഹല്ലേലൂയ സ്തോത്രം. ഒരു ആരാധന കിട്ടാതെ നമ്മൾ വീട്ടിൽ നിന്ന് ആരാധിക്കാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ആമേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രപ്രതിയില്ല എത്തുന്ന സമയമൊന്നും കളയാതെ വേണം. ആമേ. എവിടെ സഭയൊന്നും നോക്കേണ്ട കാര്യമില്ല. സ്തോത്രം സഭ ക്രിസ്തു ഒറ്റ സഭയേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം ആമേ. മറ്റെല്ലാ സംഘടനകളാണ്. ഹല്ലേലൂയ സ്തോത്രം. ബാക്കിയുള്ള സഭകളെല്ലാം സംഘടന സഭ. എന്നാലും കർത്താവായ യേശു ക്രിസ്തു ആണ് അടിസ്ഥാനമുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്. പത്രോസേ നീ പാറയാകും, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്നാണ് അവൻ അടിവരയിട്ട് പത്രോസിന് പറഞ്ഞതാണ്. സ്തോത്രം. ഞാനാണ് സഭ. കർത്താവ് നമ്മുടെ കർത്താവ് സഭ. നാം കർത്താവിന്റെ മണവാട്ടികളാണ്. സ്തോത്രം. അതുകൊണ്ട് എവിടെല്ലാം ആരാധനയുണ്ടോ അവിടെല്ലാം മണവാട്ടികളായിരിക്കും നമ്മൾ ചെന്ന് നമ്മുടെ കർത്താവായ ആരാധിക്കുക, ഉയർത്തിക്കാട്ടുക. ഹല്ലേലൂയ. അതിനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. സ്തോത്രം ആമേ. ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നവർ ഹല്ലേലൂയ സ്തോത്രം അവരുടെ നിലവിളി ദൈവം കേട്ടു. മോശയെ അടിക്കാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ. എന്റെ ജനം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവർ നിലവിളിക്കുന്നു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവിടെ സങ്കടം ഞാൻ കണ്ടു. ആമേ ഹല്ലേലൂയ സ്തോത്രം. മോശയെ അവിടെ അടിക്കാൻ ഇടയായി. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ. ഹല്ലേലൂയ ആമേ. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ മോശ അവിടെ ജനത്തിനെങ്കിലേ അവനെ
ആമേ ഹല്ലേലൂയ കൊല്ലുവാൻ തക്കവണ്ണമുള്ള സ്വത്രം അല്ലേ ആറ്റിൽ കൊണ്ടിട്ടു ഹല്ലേലൂയ സ്വത്രം ആമേ എന്തിനു വേണ്ടി അവിടെ രക്ഷിച്ചു ഹല്ലേലൂയ സ്വത്രം ആമേ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വത്രം ആമേ മോശ ആമേ രക്ഷപ്രാപിക്കാൻ തക്കവണ്ണമുള്ളയായി ആമേ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നെല്ലാകുന്ന സ്വത്രം അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കൂടിയാണ് ആമേ അന്ധകാരത്തിലായിരുന്ന ഫറവോന്റെ അടിമത്തത്തിലായിരുന്ന നമുക്ക് മധ്യയിൽ രക്ഷപ്രാപിക്കാൻ തക്കവണ്ണമുള്ളയായി ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ ആമേ സ്വത്രം ആമേ മോശ വന്ന് പറഞ്ഞു സ്വത്രം ആമേ ഹല്ലേലൂയ എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടടിക്കുക ഹല്ലേലൂയ സ്വത്രം എന്റെ ജനത്തെ വിട്ടടിക്കുന്നതിന് ആരാധിക്കാനാണ് ആമേ അല്ലാതെ സ്വത്രം മാളി വെക്കാനല്ല സ്വത്രം വണ്ടിക്കാരനല്ല ജീവിതത്തിലല്ല സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ആരാധനയ്ക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ എങ്കിലും കർത്താവ് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് അന്നേക്കുള്ളത് മതി എന്ന് വെപ്പിൻ ഹല്ലേലൂയ സ്വത്രം അന്നേക്കുള്ളത് ദൈവം നമുക്ക് തരും ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ അതുകൊണ്ട് സ്വത്രം ഹല്ലേലൂയ സ്വത്രം കിട്ടുന്ന സമയമൊന്നും കളയാതെ വണ്ണം ആമേ നാം എവിടെയെല്ലാം ആരാധനയുണ്ടോ അവിടെയൊക്കെ ആമേ ഹല്ലേലൂയ സ്വത്രം പോയി ആരാധിക്കണം സ്വത്രം നമുക്ക് മുഖപട്ടം നോക്കണ്ട സ്വത്രം ദൈവത്തിന് മുഖപട്ടമില്ല സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേൻ അവന്റെ പാദപീഠത്തിൽ കടന്നു വരുന്നു അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം സ്വത്രം ആമേ ദൈവജനം എവിടെ കൂടി വരുന്നു അവിടെ എല്ലാം ദൈവത്തിന്റെ വിടുതൽ ഉണ്ട് സ്വത്രം ആമേ ഹല്ലേലൂയ 120 പേർ ആമേ ഹല്ലേലൂയ മാളിക മുറിയിൽ ആമേ കൂടി വരുന്നു സ്വത്രം പരിശുദ്ധാത്മാവ് ഇറങ്ങി അവിടെ മുതലാണ് ഹല്ലേലൂയ സ്വത്രം പെന്തക്കോസ്ത് ആമേ സഭ ആരാധന തുടങ്ങാൻ നമ്മുടെ സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ സഭ സഭയോട് പ്രാർത്ഥിക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കടന്ന പത്രോസ് വിളിപ്പിക്കാൻ നമ്മുടെ സ്വത്രം അങ്ങനെയെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ചില അന്യായ ബന്ധനങ്ങളെ അരിഞ്ഞ് ചില അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ തക്കനുണ്ടാകും സ്വത്രം ആമേ ഹല്ലേലൂയ ആരാധന കൂടിയ വിടുതൽ ലഭിക്കൂ ആമേ ഹല്ലേലൂയ സ്വത്രം അതുകൊണ്ട് ആമേ നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ മഹത്വം കൊടുക്കണം സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ അനേക ഹല്ലേലൂയ സ്വത്രം അവരെ കുട്ടി പാടിയുള്ളത് അവർ പാടുന്നു സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം സ്വർഗ്ഗത്തിലെ ദൈവം കാണുന്നുണ്ട് സ്വത്രം ദൈവമാണ് ഇവിടെ അടിച്ചതെങ്കിൽ ആമേ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ നടക്കുക തന്നെ ചെയ്യും ഹല്ലേലൂയ സ്വത്രം ആമേ ആമേ യോനേനെ സ്വത്രം നിനവേലടിച്ച് ആമേ സ്വത്രം ആമേ അവരുടെ ആമേ ദുഷ്ടത കൊണ്ട് അവിടെ ഹല്ലേലൂയ സ്വത്രം പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് ഇല്ലാത്ത ആമേ പ്രവൃത്തികളാൽ ഹല്ലേലൂയ ആ നിനവേ ദേശം ആകെ ഭക്ഷണം കൊണ്ട് നിറഞ്ഞു ആമേ അപ്പോൾ ഹല്ലേലൂയ യോനെ ദൈവം അടിക്കാൻ തക്ക നമ്മുടെ നീ അവിടെ പോയി പറയണം ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ യോനയോട് പറയാൻ തക്ക നമ്മുടെ സ്വത്രം നമ്മൾ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ യോന അങ്ങോട്ട് പോയില്ല തർശീസിലേക്കൊക്കെ കടന്നുപോയി ആമേ അതിന്റെ പ്രതിഫലമായി സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം കപ്പലിൽ ഹല്ലേലൂയ യാത്ര ചെയ്ത് കപ്പൽ കുലുങ്ങി ആമേ ഹല്ലേലൂയ സ്വത്രം കപ്പലിൽ നിന്ന് ആമേ ഹല്ലേലൂയ വെള്ളത്തിലിട്ട് കടലിലിട്ടു ആമേ ഹല്ലേലൂയ സ്വത്രം മത്സ്യത്തിന്റെ വായിൽ ആമേ 3 ദിവസക്കാരി നിജം പിടിക്കുന്ന കടമടയായി സ്വത്രം ഹല്ലേലൂയ പിന്നത്തേതിൽ ആമേ ഹല്ലേലൂയ നിനവേൽ ചെല്ലുന്ന കടമടയായി സ്വത്രം അവിടെ ചെന്ന് ആമേ ഹല്ലേലൂയ സുവിശേഷം വിളിച്ചു പറഞ്ഞപ്പോൾ ആമേ രാജാവ് മുതൽ ആമേ ആമേ ഹല്ലേലൂയ സകല മൃഗങ്ങളും കുഞ്ഞുകുട്ടികളെല്ലാവരും രാജാവിന്റെ വസ്ത്രം അടിച്ചു ആമേ താണു ഇറങ്ങി വന്നു ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ അവർക്കുള്ള ആമേ ഹല്ലേലൂയ ദൈവത്തോടുള്ള ആമേ ഹല്ലേലൂയ യാതനയും പ്രാർത്ഥനയും കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്നുള്ള ദൈവം വിടുവിക്കാൻ നമ്മുടെയായി സ്വത്രം ആമേ അങ്ങനെ നാം മുട്ടുമടക്കിയാൽ നമുക്ക് കടന്നു വരുന്ന അനർത്ഥങ്ങളിൽ നിന്നും വസ്തുമായ ദൈവം വിടുവിക്കാൻ ശക്തനായ ദൈവമാണ് ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ അതുകൊണ്ട് ആമേ നമ്മുടെ ഈ ആരാധനയ്ക്ക് ഹല്ലേലൂയ നമുക്ക് ഒരു അനുഗ്രഹമാണ് സ്വത്രം ഒരു വിടുതലാണ് സ്വത്രം ഹല്ലേലൂയ സ്വത്രം അനേക കഷ്ടപ്പെട്ട ആമേ ഹല്ലേലൂയ അവസ്ഥയിൽ അനേക ആമേ ആമേ ഹല്ലേലൂയ കിടക്കുന്ന ആമേ അവസ്ഥകളുണ്ട് സ്വത്രം ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ പരിമിതമായിരിക്കുന്ന രോഗത്താലും പ്രതികൂലത്തിന്റെ നടുവിലും ഹല്ലേലൂയ സമാധാനമില്ലാതെ സ്വത്രം ആമേ ഹല്ലേലൂയ അനേകർ ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം ആമേ കഷ്ടപ്പെടുന്ന അനുഭവമുണ്ട് സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മൾക്ക് അറിയാവുന്നത് സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്വത്രം നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ ഹല്ലേലൂയ ദൈവം കണക്കിട്ട് ആമേ നമുക്കൊരു പ്രതിഫലം തരുന്ന ഒരു ആമേ സമയമുണ്ട് സ്വത്രം നിന്റെ പ്രത്യാശയ്ക്ക് ഒന്നും വരില്ല ആമേ പ്രതിഫലം തരുന്നതൊക്കെ തന്നെ ചെയ്യും ആമേ സ്തോത്രം ചെയ്യാൻ ശ്രമിക്കുന്നു നമുക്ക് ഒരു തിരുവചന ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് വേഗത്തിൽ ദൈവത്തിന് സ്ഥാനിക്കാം ഹല്ലേലൂയ യോഹന്നാൻ സുവിശേഷം അതിന്റെ
15-ാം അധ്യായത്തിന്റെ 15-ന്റെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നമ്മുടെ നല്ല കർത്താവേ സ്വത്രം. ഈ നല്ല രാത്രി വിളക്കായ സ്വത്രം കർത്താവെ അടിയനിവിടെ കർത്താവ് തിരുവചനമായി കടന്നു കണ്ടയാലും സ്വത്രം ആമെ വായിക്കപ്പെട്ട തിരുവചനം കർത്താവ് കടന്നു വന്ന ദൈവതലത്തിലും ദേശത്തിലൊക്കെ കർത്താവിടെ അനുഗ്രഹത്തിലും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു. അടിയന്റെ കുറവുകളായി കണക്കിടാകണം. എല്ലാം നമ്മയ്ക്കാക്കണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നമുക്ക് ആമേ തിരുവചനം കേൾക്കുവാനിടയായി സ്വത്രം. ഞാൻ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, പിന്നെയോ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആരാ നമ്മളെ തിരഞ്ഞെടുത്തത്? നമ്മുടെ കർത്താവായ യേശുവെ തിരഞ്ഞെടുത്തത്. സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം. നമ്മൾ തിരഞ്ഞെടുത്തല്ല, നമ്മളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് ചോര പോകാം. ആമേ നമ്മുടെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ ആമേ കർത്താവ് ഉത്തരവാദിത്വമുണ്ട്. സ്വത്രം ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ ദിനരാത്രങ്ങളിൽ ആമേ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാവലുണ്ട്. സ്വത്രം ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു സ്വത്രം ആമേ ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ആമേ ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം മയങ്ങാതെ ഉറങ്ങാതെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. സ്വത്രം ഹല്ലേലൂയ. ആമേ ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് സ്വത്രം ഉറക്കത്തിൽ കടന്ന് ആമേ കിടക്കുമ്പോൾ സ്വത്രം എന്റെ കഴുത്തിലൊക്കെ ആരോ കയറി പിടിച്ച് ഇങ്ങനെ ഞെക്കി പിടിക്കുക. ഞാൻ കടന്ന് എപ്പോഴാണ് കൊണ്ട് ഞെരൂരി ഉള്ളൂ. സ്വത്രം വിളിച്ചു പോകാനും നോക്കത്തില്ല. സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം. നാം വിചാരിക്കുക ഉടനെ നമ്മൾ ചാവുമെന്ന് വിചാരിക്കും. ഹല്ലേലൂയ. വണ്ണം വരെ ആയിരിക്കും എന്ന് വിചാരിച്ചു. സ്വത്രം ഹല്ലേലൂയ. അങ്ങനെ തുടരെ അങ്ങനെ കടന്നു വരുന്ന ഒരു പദമുണ്ടായിരുന്നു. സ്വന്തം ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്ന് സാരപ്പെട്ടപ്പോൾ ആമേ അതങ്ങനെ ഒരു ആമേ ആ പ്രകാര ശക്തി ഇല്ലാതെ സ്വത്രം നമ്മളെ നേരിടുന്ന പൈശാചിക ശക്തി വിട്ടുമാറി തക്കണം. നമ്മുടെയായി സ്വത്രം എന്താണ് വരാത്തെന്ന് പറയാമോ? ഹല്ലേലൂയ. ആമേ ഇസ്രായേലിന്റെ പരിപാലകനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്വത്രം ഹല്ലേലൂയ. ആമേ സ്വത്രം ഹല്ലേലൂയ സ്വത്രം. ആമേ അതുകൊണ്ട് സ്വത്രമേ ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ വഴിയിലിട്ട് പോകത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. സ്വത്രം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ് നമ്മുടെ അരുവനാഥനായ കർത്താവ് നമ്മളെ ഉറപ്പിച്ച് ബലപ്പെടുത്തിയിരിക്കുകയാണ്. സ്വത്രം കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ. ആമേ നമ്മുടെ വിലയ്ക്ക് ആമേ ഹല്ലേലൂയ നമ്മുടെ കർത്താവായ ആമേ യേശുക്രിസ്തു കൊടുത്ത ആമേ പ്രതിഫലം എന്താണ്? ആമേ ആമേ തന്റെ ആമേ ചുളി രക്തമാണ്. ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ തിരുവയസ്സിലെ ചുളി രക്തമാണ്. ഹല്ലേലൂയ സ്വത്രം. ആമേ 22 വയസ്സെന്ന് പറയുമ്പോൾ തുടിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ സ്വത്രം. ഹല്ലേലൂയ. ആയിരത്താലാണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ആമേ കാൽവരി ക്രൂശിൽ ആമേ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗത്തിന്റെ പ്രതിഫലമായി കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ ആമേ ഹല്ലേലൂയ സ്വത്രം. എത്രത്തോളം കർത്താവ് ആമേ നമുക്ക് വേണ്ടി ആമേ വേദന ആമേ അനുഭവിച്ച സ്വത്രം. ആമേ ഉലവുചാല് പോലെ ആമേ അവന്റെ സ്വത്രം ആമേ ശരീരം ആമേ ഗന്ധി കീറി സ്വത്രം രക്തം ധാരയായി ഒഴുകി. ഹല്ലേലൂയ. യേശുവേ നമ്മൾ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു നാം സ്വല്പ നേരം ധ്യാനിച്ചാൽ ആമേ ഹല്ലേലൂയ നാം അറിയാതെ വണ്ണം കണ്ണുനീർ ആമേ അത്ര വേണ്ടി ആമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേ ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ ക്രൂശിൽ ആമേ ആ ക്രൂശിനാൽ കർത്താവ് മരിക്കുന്നതിനിടയായി സ്വത്രം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് ആമേ ഹല്ലേലൂയ യേശു പറഞ്ഞത് ആമേ യേശുവിന്റെ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണം, നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുവാൻ എന്ന് പറഞ്ഞത്. സ്വത്രം ഹല്ലേലൂയ. ആ കരത്തിന്റെ അവസ്ഥ വന്നിരിക്കുകയാണ്. ആമേ തലമുറയൊക്കെ ഹല്ലേലൂയ സ്വത്രം. ആമേ ഹല്ലേലൂയ മാതാപിതാക്കളെയൊക്കെ വിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും സ്വത്രം ഹല്ലേലൂയ സ്വത്രം. നമ്മുടെ പെന്തിക്കോസ്ത് സമൂഹത്തിൽ
ഉള്ള അവസ്ഥയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദിനരാത്രങ്ങളിൽ നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ 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 യേശുവിന്റെ അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലമുറയുടെ വിഷയങ്ങൾ നമ്മൾ ആമേൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ. യേശു പറഞ്ഞ വാക്ക് ഇപ്പോൾ അത് നിവർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മുടെ തലമുറ കുഞ്ഞുങ്ങളിലേക്ക് വേണ്ടി നമ്മൾ ദിനരാത്രികൾ നമ്മൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഉപവസിക്കണം. അതൊരു മാതാപിതാക്കളുടെ കടമയാണ്. സ്വന്തം യോഗ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വന്തം ആണ്ടുതോറും സ്വന്തം അവർക്ക് വേണ്ടി യാഗം കഴിക്കും. സ്വന്തം അവർ ദൈവ വഴി വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളത് തന്റെ ആ ഭക്തന്റെ ഹൃദയത്തിൽ ഒരു ആ ഒരു വേദന സ്വന്തം അതുകൊണ്ട് ആണ്ടുതോറും സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ കുട്ടി വരുത്തി യാഗം ഇടുന്നത് അതുകൊണ്ടായിരുന്നു സ്വന്തം സ്വന്തം എന്തിനു വേണ്ടി? കുഞ്ഞുങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരരാത്രങ്ങൾ പ്രാർത്ഥിക്കാം. സ്വന്തം സ്വന്തം യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ. അതുകൊണ്ട് സ്വന്തം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് സ്വന്തം നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളുടെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫലത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. സ്വന്തം നമുക്ക് ഫലമുണ്ടോ? സ്വന്തം ഹല്ലേലൂയ ആമേൻ സ്വന്തം ഹല്ലേലൂയ സ്വന്തം ആമേൻ ഹല്ലേലൂയ. ഫലം നിങ്ങളുണ്ടോ? യേശു ചോദിച്ചു, ഇപ്പം പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. ഇപ്പം പ്രാപിച്ചത് നിങ്ങളുണ്ടോ? ഹല്ലേലൂയ സ്വന്തം ആമേൻ ഹല്ലേലൂയ സ്വന്തം. നമ്മുടെ ആരാധനയ്ക്ക് പുതുക്കം പ്രാപിക്കണം. മനസ്സാന്തരപ്പെട്ട് പുതുക്കം പ്രാപിച്ച് റോമർ 12-ാം അധ്യായത്തിൽ 1-2 വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്വന്തം. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ. റോമർ 12-1-2. സഹോദരന്മാരെ ഞാൻ ദൈവത്തെ മനസ്സിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധകരായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും സകലതും ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ഒരു യാഗം അർപ്പിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇതൊരു യാഗമാണ്. നാം യാഗപീഠത്തിലാണ് ഇരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദിനംതോറും മാനസാന്തരപ്പെട്ട് അധികം ഫലം കായ്ക്കണം. സ്തോത്രം ആമേൻ ഹല്ലേലൂയ ആമേൻ. കർത്താവും ആമേൻ അധികം ഫലത്തിന് വേണ്ടിയാണ് ആമേൻ നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം എവിടെയാണ്? ആമേൻ കർത്താവിന്റെ സഭയിലാക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവ നിങ്ങൾക്ക് തരും. നമുക്ക് എന്തെങ്കിലും ഫലമുണ്ടെങ്കിൽ നാം പിതാവിനോട് അപേക്ഷിച്ചാൽ നമ്മുടെ അപേക്ഷ വിചാരിക്കുക തള്ളിക്കളാതെ വേണം. നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് മറുപടി തരും. സ്തോത്രം. അതിന്റെ ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ. അതിന്റെ 5 നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. കർത്താവിൽ നമ്മൾ വസിച്ചാൽ അധിക ഫലം കായ്ക്കും. അതിന്റെ 1 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ സാക്ഷാൽ ഞാൻ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കുന്ന ചെത്തി വെടിപ്പാക്കും. കായ്ക്കാത്തതിലേക്ക് ചെത്തി കളയും. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ. തെറ്റിക്കളയുന്ന അവസരമുണ്ട്, തീയിലൊഴുകുന്ന അവസരമുണ്ട്. സ്തോത്രം. കളയും നെല്ലും കൂടെ കടന്നു വന്നപ്പോൾ സ്തോത്രം ശിഷ്യന്മാർ പറഞ്ഞയ്യോ സ്തോത്രം കള കൂടുതലാണ്. സ്തോത്രം പറിച്ചു കളയണമെന്ന് പറയുന്നതൊക്കെ നമ്മുടെ യേശു പറഞ്ഞു. ഇപ്പോൾ പറിച്ചാൽ സ്തോത്രം നെല്ലിനും കൂടെ കേടാകും. സ്തോത്രം സ്തോത്രം. ഇത് വിളവാകുമ്പോൾ നമുക്ക് അതിനെ കൊയ്ത് കൊണ്ടുവന്ന് കളപ്പുരയിട്ട് നമ്മൾ സ്വന്തം കൊയ്യാൻ പോയിട്ടുള്ളവരില്ലേ? സ്വന്തം കറ്റ അടിക്കാനൊക്കെ പോയിട്ടുള്ളവരില്ലേ? സ്വന്തം നമ്മൾ പുലിയൊക്കെ ചണ്ടിച്ചെടുക്കുന്ന വൃത്തിയാക്കി എടുക്കത്തില്ലയോ? സ്വന്തം അങ്ങനെ അതിന് ചണ്ടെല്ലാം കൊണ്ടുവന്ന് തീയിലെടുത്തില്ലയോ? സ്വന്തം അതുപോലെ നല്ല നണി
തീയിലെടുത്തില്ല. സ്വത്രം ആമേ ഹല്ലേലൂയ. ആമേ സ്വത്രം കേടായതൊക്കെ തീയിടും. അങ്ങനെ ആ തീയിലിടുന്നൊരു സമയം വരുമ്പോൾ നമുക്ക് അവിടെ വെച്ച് വേർതിരിക്കാമെന്നാണ് കർത്താവ് പറഞ്ഞത്. സ്വത്രം അതുകൊണ്ടല്ലേ സ്വത്രം നമ്മൾ അധികം ഫലം കായ്ക്കരുത്. നമ്മൾ അധികം ചത്രം ഹല്ലേലൂയ. സ്വത്രം നമ്മുടെ കർത്താവ് നമ്മുടെ തോട്ടക്കാരനാണ്. നാം മുന്തിരി വള്ളിയാകുന്നു. സ്വത്രം നാം ഓരോരുത്തരും സഭയുടെ മുന്തിരി വള്ളിയാകുന്നു. ആമേ ദിവസം പ്രതി ആമേ മാനസാന്തരപ്പെട്ട് തെറ്റി വെടിപ്പാക്കി വൃത്തിയാക്കി ഫലം കായ്ക്കണം. ഹല്ലേലൂയ. സ്വത്രം ആമേ ഹല്ലേലൂയ. മുന്തിരി വള്ളിക്കൊരു ആമേ ഗുണമുണ്ട്. എന്താണ് ആമേ അത്? ആമേ ഹല്ലേലൂയ. സ്വത്രം വെട്ടിയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഫലം കായ്ക്കൂ. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം ഒരു മുട്ടുണ്ട്, ആ മുട്ട് വെട്ടിക്കളയുന്നു, അതുപോലെ ഫലം കായ്ക്കുന്നു. സ്വത്രം ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്വത്രം നമ്മളൊക്കെ ആമേ ഹല്ലേലൂയ. സ്വത്രം ആമേ ഉപവാസത്തോടൊക്കെ ആമേ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ആമേ നമ്മുടെ ഗുണകളും നമ്മുടെ ഹല്ലേലൂയ സ്വത്രം നമ്മുടെ ആമേ എല്ലാ ആമേ പോരായ്മകളും ആമേ എല്ലാം നമ്മൾ സ്വത്രം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആമേ ഹല്ലേലൂയ ദിനംപ്രതി നാം സ്വത്രം മാനസാന്തരപ്പെടണം. നാം മാനസാന്തരത്തിന്റെ ഫലമുള്ളവരായി തീരണം. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ആമേ ഈ ദിവസങ്ങളിൽ ആമേ അധികം ഫലം കായ്ക്കലിന് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആമേ ആയിരിക്കാൻ നമ്മൾ ഇടയാക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് അതിന്റെ സ്തോത്രം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു. 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും ആമേ വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിച്ചാൽ അത് ലഭിക്കും. സ്വത്രം വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്വത്രം, ഫലം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്വത്രം ആമേ എന്തെങ്കിലും ഹല്ലേലൂയ നിങ്ങൾ അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത്. ആമേ ഹല്ലേലൂയ. നമുക്ക് ലഭിക്കണം. സ്വത്രം നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരണം. നമ്മുടെ തലമുറ കുഞ്ഞുങ്ങൾക്ക് ആമേ 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 നശിച്ചു പോകാതെ വണ്ണം അവരുടെ സ്വത്രം ആമേ ഹല്ലേലൂയ സ്വത്രം അവരുടെ എല്ലാ ആവശ്യങ്ങളും ആമേ ആമേ ഹല്ലേലൂയ സ്വത്രം ദൈവത്തിന് കീർത്തനമായിത്തീരുമെന്നക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ കടഭാരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഹല്ലേലൂയ നമ്മുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഹല്ലേലൂയ ദൈവത്തോട് നാം ആമേ ഹല്ലേലൂയ ആമേ പ്രാർത്ഥിച്ചാൽ ദൈവം ആമേ വിടുതൽ ലഭിക്കും. എന്താണ് ആമേ ഹല്ലേലൂയ നാം ദൈവത്തിന്റെ കൂടെ വസിച്ചാൽ അധിക ഫലമുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്വത്രം ഇതെല്ലാം നിവർത്തിക്കാൻ തക്കണം ഇടയാകും. സ്വത്രം നമ്മൾ ആമേ ഹല്ലേലൂയ സ്വത്രം പ്രവാചകന്മാരെ തിരക്കും നമ്മൾ പോകേണ്ട. സ്വത്രം ആമേ നമ്മൾ തന്നെ മുട്ടുമടക്കി നമ്മുടെ വിഷയങ്ങൾക്ക് ആമേ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സ്വത്രം കർത്താവിനെ നമ്മൾ ആമേ തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ സ്വത്രം ആമേ സ്വത്രം അപ്പൻ മക്കളോട് ആമേ കണ്ണു തുറന്നതുപോലെ ആമേ എളിയവരോടും കണ്ണു തുറന്നിരിക്കുമോ? ഹല്ലേലൂയ സ്വത്രം ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്വത്രം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ആമേ നമ്മുടെ കർത്താവിന് വേണ്ടി നാം അധികം ഫലം കായ്ക്കുന്നതിന് ആമേ ഹല്ലേലൂയ സ്വത്രം നാം ആമേ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്വത്രം ആമേ ആയിരിക്കണം. ആമേ അതുകൊണ്ട് സ്വന്തം നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ ഹല്ലേലൂയ ഈ കൂട്ടായ്മയല്ല എല്ലാ കൂട്ടായ്മകളും നമ്മൾ കടന്നു പോകണം. സ്വത്രം ഹല്ലേലൂയ സ്വത്രം കടന്നു ചെന്നെങ്കിൽ മാത്രമേ സ്വത്രം നമുക്ക് ഒരു ആമേ ആത്മീയ ഗുണവോ ലഭിക്കാൻ തക്കണം ഇടയാകും. സ്വത്രം ഹല്ലേലൂയ സ്വത്രം ആമേ സ്വത്രം ആമേ ആമേ ഞാൻ തന്നെ സ്വത്രം ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ 3 ദിവസത്തെ കൂട്ടായ്മ നടക്കുന്നതാണ്. ആമേ ഹല്ലേലൂയ സ്വത്രം ഒരു പ്രത്യേക ഒരു ആത്മീയ ഗുണമുണ്ട്. അല്ലെങ്കിൽ കരിനാളിലൊക്കെ ഒരു മുണ്ടിച്ച അവസ്ഥയിലുള്ള ആമേ അനുഭവമായിരുന്നു. ആമേ ഹല്ലേലൂയ. 3 ദിവസത്തെ ഒരാഴ്ചയിൽ ആമേ 3 ദിവസം ആമേ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ പ്രത്യേക ഒരു ആത്മീയ ഗുണവും ഹല്ലേലൂയ ദൈവവുമായി നാം ബന്ധപ്പെട്ട് ആമേ മുന്നോട്ട് നീങ്ങും. ഹല്ലേലൂയ സ്വത്രം ആമേ അങ്ങനെ സ്വന്തം ഈ ദിവസങ്ങളിൽ നാം എത്രത്തോളം ദൈവത്തോട് അടുത്ത് ചെല്ലുന്നു ദൈവമായി കർത്താവ് നമ്മളെ ആമേ ഹല്ലേലൂയ പരിപാലിക്കുന്ന ദൈവമാണ്. സ്വത്രം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്വത്രം ഹല്ലേലൂയ സ്വത്രം എന്നോട് ചോദിച്ചു കേൾക്കാം, ഞാൻ നിങ്ങൾക്ക് ആമേ ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്വത്രം ദൈവത്തോട് ചോദിച്ചു കേൾക്കാം. ആമേ ഹല്ലേലൂയ ചോദിക്കാനാണ് പറഞ്ഞത്. സ്വത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്വത്രം ആമേ കുരുടൻ നിലവിളിച്ചത്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകുമാറാകണമേ. ഹല്ലേലൂയ ആമേ യേശുവിന് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? യേശുവിന്റെ ജയമെടുത്താണ് എനിക്ക് കാഴ്ച ലഭിക്കുമെന്ന് പറയുവാൻ തക്കണം ഇടയായി. സ്വത്രം കാഴ്ച ലഭിക്കുവാൻ തക്കണം ഇടയായി. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ആമേ ദൈവത്തോട് അറിയിക്കണം. അതുകൊണ്ടാണ് ദൈവത്തെ പറയുന്നത് ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ സ്വത്രം ആമേ നിങ്ങൾ ചോദിക്കുന്നതും നനിക്കുന്നതും അത്യന്തപരമായി നൽകുവാൻ നമ്മുടെ വ്യാപരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ആമേ ഹല്ലേലൂയ അധികാരമുണ്ട്. ആമേ നാം ഹല്ലേലൂയ അധികം ഫലം കായ്ച്ചാൽ
നാം കർത്താവിനോട് ചേർന്നിരുന്നാൽ ആമേ ഹല്ലേലൂയ ആമേ സ്വന്തം കൊമ്പിനോട് ചേർന്നിരുന്ന ഹല്ലേലൂയ ആമേ തോട്ടക്കാരനായിരിക്കുന്ന നമ്മുടെ കർത്താവിനോട് ചേർന്നിരുന്നാൽ ആമേ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തന്റെ ധനത്തെ തൊട്ടവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താൽ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ 18 സംവത്സരമായി ആമേ ആമേ ഹല്ലേലൂയ ആമേ കൂനിയായിരുന്നു ശ്രീ ആമേ ഹല്ലേലൂയ ആലയത്തിലുണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താൽ ആമേ കർത്താവിനെ ആമേ സ്തോത്രം ആലയത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ കൂനിയെ കണ്ടു. സ്തോത്രം ആമേ ഹല്ലേലൂയ സ്തോത്രം ആമേ കർത്താവ് പറഞ്ഞു സ്തോത്രം ആമേ 18 സംവത്സരമായിരിക്കുന്ന ആമേ ഈ കൂനിയെ ആമേ ആമേ രോഗബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് കർത്താവ് ചോദിക്കാൻ തക്കണമിടയായി. അപ്പോൾ കർത്താവ് ആമേ ആ രോഗബന്ധനം അഴിച്ചുവിട്ടപ്പോൾ അവൾ നിവർന്നു നിൽക്കാൻ തക്കണമിടയായി. സ്തോത്രം ആമേ അങ്ങനെയെങ്കിൽ നമ്മൾ മലയിൽ പലവിധമായിരിക്കുന്ന വിഷയങ്ങളുടെ മുഖത്ത് സ്തോത്രം നാം മലയിൽ നിവർന്നു നിൽക്കാൻ വയ്യാതെ വണ്ണം ആമേ നാം ബുദ്ധിമുട്ട് പ്രയാസങ്ങളുടെ നടുവിൽ നാം ഭാരപ്പെട്ടു ആമേ നിരാശപ്പെട്ടു ആമേ ആമേ ആയിരിക്കുമ്പോൾ ആമേ ഹല്ലേലൂയ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്തോത്രം ആമേ ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഒരു കൂനിയുടെ അവസ്ഥ പോലെ നമ്മൾ ഇരിക്കും ആമേ നമുക്ക് ആമേ ഹൃദയഭാര വേദനകൾ ആമേ നിരാശകൾ ആമേ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൽ ഉള്ള ആമേ ഹല്ലേലൂയ സ്തോത്രം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം തന്നെ അറിയാതെ വണ്ണം കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. ആമേ ഹല്ലേലൂയ ആമേ സ്തോത്രം. അങ്ങനെ പൈശാചികമായിരിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്ന് വിടുവിപ്പാൻ നാം ആമേ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ കർത്താവിനോട് നാം അല്ലെങ്കിൽ അപേക്ഷിച്ചാൽ പൂർണ്ണമായി ഉള്ളിൽ ലഭിക്കാൻ തക്ക നമ്മുടെ എന്താണ് സ്തോത്രം ആമേ കൂനി സ്തോത്രം ആമേ എല്ലാ ആരാധനയോടെ അതുപോലെ കടന്നു വരുമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ എപ്പോഴാ വിടുതൽ ലഭിക്കും നമ്മൾ അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ എപ്പോഴാ ഒരു വിടുതൽ ലഭിക്കുമെന്ന് നമ്മൾ അറിയത്തില്ല. സ്തോത്രം ഹല്ലേലൂയ കർത്താവ് ആമേ ആ സ്ത്രീ ആമേ ഹല്ലേലൂയ സ്തോത്രം ആമേ അവിടെ അങ്ങനെ അതുപോലെ കടന്നു വന്നുകൊണ്ടാണ് ആമേ കർത്താവ് കടന്നു വന്നപ്പോൾ തന്നെ ആ സ്ത്രീയെ വിടുവിക്കാൻ കടമിടയായി. സ്തോത്രം അങ്ങനെയെങ്കിൽ സ്തോത്രം സ്തോത്രം ആമേ ഹല്ലേലൂയ നമ്മളെ കണ്ടിട്ട് മാറിപ്പോകുന്ന കർത്താവല്ല. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താൽ കർത്താവ് നമ്മളെ ആമേ ഹല്ലേലൂയ സ്തോത്രം ആമേ സ്തോത്രം ആമേ ഹല്ലേലൂയ ആമേ ഉപേക്ഷിക്കാതെ വണ്ണം ആമേ നമ്മളെ തള്ളിക്കളയാതെ വണ്ണം നമുക്ക് വേണ്ടി ആമേ ഹല്ലേലൂയ പക്ഷപാതം ചെയ്ത് ആമേ നമ്മളെ നിലനിർത്തുന്ന ദൈവമാണ്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഞാനും എൻ്റെ ഹല്ലേലൂയ സ്തോത്രം ആമേ ജീവിതത്തെ ചിലർക്ക് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കടന്നു വരാനുള്ള ഒരു വ്യക്തിയല്ല എന്ന്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേ യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താൽ ഹല്ലേലൂയ ആമേ വിശ്വാസത്തിൽ കടന്നു വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് രക്ഷ പ്രാപിക്കുവാൻ തക്കണമിടയായിട്ട് ആമേ 3 കുഞ്ഞുങ്ങളും നല്ല രീതിയിലൊക്കെ സ്തോത്രം ഹല്ലേലൂയ ആമേ സ്തോത്രം വിവാഹം കഴിഞ്ഞ് ആമേ ആയിരിക്കാൻ തക്കണമിടയായി. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താട്ടെ ആമേ അന്ധകാര ശക്തി ആമേ ശത്രുവിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ ആമേ ഹാലി എന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്ന് അറിയാതെ വണ്ണം ആലേ ഞാൻ ഭാരപ്പെട്ടു. സ്തോത്രം സ്തോത്രം 102-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലുള്ള ആ ഒരു അനുഭവമായിരുന്നു എൻ്റെ. ഹല്ലേലൂയ സ്തോത്രം ആമേ ഹല്ലേലൂയ. അവിടുന്ന് ദൈവമായ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു. ആമേ ഹല്ലേലൂയ സ്തോത്രം. അത് യേശു എന്നെ ഹാലി തിരഞ്ഞെടുത്തു. ആമേ ഹല്ലേലൂയ തിരഞ്ഞെടുപ്പും വിളിയും ആമേ നമുക്കുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പും വിളിയും നമ്മൾ കർത്താവിനോട് ആമേ ഹല്ലേലൂയ കാത്തു വെച്ചുകൊണ്ട് ആമേ നമ്മുടെ കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ ആമേ ശക്തിയോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം. ആമേ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥന തീർക്കാൻ വളരെ ഫലിക്കുമെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥന ഒരു ഹല്ലേലൂയ നിസ്സാര കാര്യമല്ല. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേൻ. യേശുവിന്റെ രക്തത്താൽ ജയമെടുത്താൽ ഹല്ലേലൂയ. ഞാൻ അവനോട് പറഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് അവിടെ കടന്നു നിന്നപ്പോൾ സ്തോത്രം അവിടെ ഒരു കുടുംബക്കാരവിടെ കട വരുമായിരുന്നു. അവര് വലിയ കടഭാരത്തിന് പ്രയാസത്തിലൊക്കെ ആയിരുന്നു. സ്തോത്രം അവര് ആ സഭയോട് ചേർന്ന് മറ്റൊരു സഭയിൽ കൂടെ ഉള്ള നിൽക്കുമായിരുന്നു. അങ്ങനെ സ്തോത്രം അവര് അവിടെ ഇടമീറ്റിങ്ങൊക്കെ കടന്നു വരും. സ്തോത്രം അവിടെ ഉപവാസ പ്രാർത്ഥന നടന്ന അവർ വന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം അങ്ങനെ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വാക്യം തിരുവോൻ തക്കണമിടയായി. 69-ാം സങ്കീർത്തനം 1, 2, 3 തിരുവോധന ഭാഗം എനിക്ക് പരിശുദ്ധാത്മാവ് തിരുവോൻ തക്കണമിടയായി. ഞാൻ അങ്ങനെ സ്തോത്രം പ്രാർത്ഥന കഴിഞ്ഞ അവരുടെ വീട്ടിൽ പോകണമെന്നുള്ള നിയമമുണ്ട്. അങ്ങനെ അവിടെ പോയി സ്തോത്രം ഇത് വായിച്ചപ്പോൾ അത് അവർക്കുള്ള അനുഭവമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ആമേൻ
ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രാർത്ഥിക്കുന്നപ്പോൾ അവർ സഭയോട് ചേർന്ന് ആരാധിക്കുന്നു. സ്തോത്രം. അവർക്ക് വളരെ സന്തോഷമായി. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ഒരു വചനം മതി സ്തോത്രം നമ്മളെ വിടിവിപ്പിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഒരു വചനം മതി ആമേൻ നമ്മളെ ദൈവം വിടിവിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അതിന് അത്രയ്ക്കും ശക്തിയുണ്ട്. ഹല്ലേലൂയ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. ഹല്ലേലൂയ ഈ വചനം ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ലോക ആമേൻ ഹല്ലേലൂയ ആരംഭം മുതൽ ആമേൻ ഹല്ലേലൂയ ഉള്ള തിരുവചനമാണ് സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം യോഹന്നാൻ പറഞ്ഞ ആദ്യ വചനം ഉണ്ടായിരുന്നു. ആമേൻ വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു സ്തോത്രം. ആമേൻ ആമേൻ വചനമാകുന്ന ആമേൻ ഹല്ലേലൂയ ദൈവം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ട് സ്തോത്രം. അങ്ങനെങ്കിൽ സ്തോത്രം സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേൻ ആമേൻ സ്തോത്രം നാം നമ്മുടെ ഹല്ലേലൂയ അപ്പത്തിനോട് നമ്മുടെ കർത്താവിനോട് നമ്മൾ ആമേൻ ഹല്ലേലൂയ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ മുട്ടുകുത്തർക്കപ്പെടും അന്വേഷണം കണ്ടെത്തും യാചിപ്പിയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. ആമേൻ ആര് മുട്ടുന്നോ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യാചിക്കുന്ന ഏവർക്കും ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ മുട്ടിങ്കിൽ മാത്രമേ ലഭിക്കൂ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ സ്തോത്രം ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് വന്ന് ചോദിച്ചു എനിക്ക് 2 അപ്പം തരണമെന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അന്നേരം പറഞ്ഞു എൻ്റെ ഈ ഒന്നുമില്ല സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയത്തൊക്കെ ഇവിടെയായി സ്തോത്രം. അതിനാ ആ കൂട്ടുകാരൻ മറ്റൊരു സഹോദരൻ്റെ അടുത്ത് പോയി സ്തോത്രം പറഞ്ഞത് എനിക്ക് 2 അപ്പം വായ്പ തരണം. എൻ്റെ കൂട്ടുകാരൻ വയറ് വിശന്ന് അവിടെ ഇരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അപ്പോൾ ആ ചെന്നടുത്ത കൂട്ടുകാർ പറയുകയാണ് ഇപ്പോൾ എന്നെ കൊണ്ടൊക്കത്തില്ല, കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമായി വല്ലാത്തൊരു അവസ്ഥ എന്ന് മടുപ്പ് പറയാൻ നമ്മുടെ ഇവിടെയായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ആ സഹോദരൻ മുട്ടിക്കൊണ്ടേയിരുന്നു. മുട്ടി സഹിക്കണമെന്നപ്പോൾ മറ്റേ സഹോദരി എഴുന്നേറ്റ് ആവശ്യം പോലെ അപ്പം കൊടുക്കാൻ തക്ക നമ്മുടെ അപ്പോൾ മാമേ മുട്ടിയാൽ ആമേ ലഭിക്കും തുറക്കുന്ന ആമേ വാതിലുകളാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാതിൽ. ആമേ ആ വാതിൽ കൂടി നമുക്ക് കർത്താവിന്റെ ആമേ അരികിലേക്ക് ചെന്നാൽ സ്തോത്രം സ്തോത്രം. ആമേ ഒരു ശത്രു പോലും നമ്മളെ തുടക്കില്ല. സ്തോത്രം. അതാണ് ആമേ ദൈവവചനത്തിന്റെ ശക്തി. അങ്ങനെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് ഇതിന്റെ സദയിൽ ആശ്രയിച്ച് ആമേ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സദയിൽ താന്നിരിക്കുന്നു. ഇത്ര സമയം തന്നെ കർത്താവിന് നന്ദി പറയുന്നത് നമ്മളെ സഹായിക്കാൻ നല്ല ദൈവീയ സന്ദേശം കർത്താവ് തന്റെ ദാസനെ കൂടി കർത്താവ് കൊടുത്തതായി സ്തോത്രം ചെയ്യുന്നു. താൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്ത ആമീൻ ഒരു ദൂതല്ല സന്ധ്യാസമയം ഇവിടെ ആമീൻ ഹല്ലേലൂയ പറഞ്ഞത്. ഇവിടെ നിന്നപ്പോൾ കർത്താവ് കൊടുത്ത ആമീൻ സന്ദേശങ്ങളാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ ഹല്ലേലൂയ. ഇതിലും അധികമായ നിലവാരങ്ങളിൽ കർത്താവ് കൃപയാണ്. ഹല്ലേലൂയ. തന്റെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുള്ള ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് കർത്താവ് ഇത്രത്തോളം ആമീൻ ഹല്ലേലൂയ യോഗ്യനാക്കി മാറ്റിയതിനായി സ്തോത്രം ചെയ്യാം. രാത്രി കാലം ആമീൻ ഹല്ലേലൂയ ഒരു വേദവാക്യം കൊണ്ട് വായിച്ചത് ഒരുമിച്ച് അതൊന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുക. സഹായിക്കട്ടെ. ആമീൻ. ഇന്ന് രാത്രിക്കാലം അത് ഹല്ലേലൂയ ദൈവം തരുന്നതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആമീൻ ഹല്ലേലൂയ അത് നമ്മൾ തിരികെ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വില കൊടുക്കണം. ആമീൻ. ദൈവം ഔദാര്യമായി ദാനമായി നമ്മളിലേക്ക് കൈമാറുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മളത് തിരികെ പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം. ആമീൻ. ആ ഒരു ചിന്ത അല്പസമയം നമ്മൾ ആമീൻ ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ആമീൻ. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആമീൻ ഒരു ദൈവ ആമീൻ വളരെ ഭാഗം ദൈവിക ഭാഗമാണ് നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ആമീൻ ഇസ്രായേലിൽ നിന്ന് ആമീൻ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരാം.
ആമീൻ അതിന് നേതൃത്വം കൊടുക്കാൻ ആമീൻ എബ്രായനായിരിക്കുന്ന മോശയെ സ്വർഗം ആമീൻ അതിന് നിയോഗിക്കുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. മോശയാണ് ആമീൻ അല്ല ജനത്തിന്റെ മുൻപേ ദൈവം കൊടുക്കുന്ന നേതൃത്വം, ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജനത്തിന് നേതൃത്വം കൊടുത്ത് മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെയാണ് ആമീൻ നമുക്ക് ആമീൻ മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. നമുക്കറിയാം ആമീൻ അന്യായ ആരാധനകളും ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ ആമീൻ അങ്ങനെ ഒരു വലിയ ആമീൻ ഹല്ലേലൂയ മ്ലേച്ഛകരമായിരിക്കുന്ന ജീവിതങ്ങളും ആമീൻ മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്ന ആരാധനകളും അങ്ങനെ ഒരു ആമീൻ ഹല്ലേലൂയ സമ്പ്രദായത്തിൽ നിന്ന് ആമീൻ തന്റെ ജനത്തെ സ്വർഗം വിടുവിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. കർത്താവിനെ ആമീൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിന്, വേർവിട്ട് ദൈവത്തെ ആരാധിക്കേണ്ടതിന് ആമീൻ ഹല്ലേലൂയ തന്റെ ജനത്തെ സ്വർഗം മോശയോടുള്ള മോശയെ നേതൃത്വ ആമീൻ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് വരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം 10 ആമീൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആമീൻ ഹല്ലേലൂയ ഫറവോന്റെ ജീവിതത്തിൽ ചെയ്തിട്ടാണ് ഈ ജനത്തെ ആമീൻ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ 10 ദൈവപ്രവൃത്തികൾ കണ്ട ജനമാണ് ഈ ജനം. ഹല്ലേലൂയ. അങ്ങനെ ആമീൻ ചെങ്കടൽ കഴിഞ്ഞ് അവർ മുൻപോട്ട് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ വായിക്കുകയാണ് 32-ാം അധ്യായത്തിൽ, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുൻപാകെ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കി തരണം. ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ പാരമ്പര്യമായി ഞങ്ങൾ കണ്ടും കേട്ടും ആമീൻ വരുന്നത് പോലെ ഞങ്ങൾക്ക് ഒരു ആമീൻ ദൈവത്തെ ഉണ്ടാക്കി ഞങ്ങളുടെ മുൻപിൽ തരണം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമീൻ. മോശ ആമീൻ നമുക്കറിയാം മോശ ആമീൻ ഇവരെ ചെങ്കടൽ വിഭാഗിച്ചുകൊണ്ട് ഇവരെ അവിടെ നിന്ന് മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ദൈവം മോശയെ വിളിക്കുകയാണ്. ഈ ജനം ഇങ്ങനെ ഇനി മുൻപോട്ട് പോയാൽ പോരാ, ഇവർക്ക് ചില കൽപ്പനകളെ കൊടുക്കണം, ഇവർക്ക് ചില പ്രമാണങ്ങളെ എഴുതി കൊടുക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ആ നിർദ്ദേശം അനുസരിച്ച് വേണം ഇനിയും ഇവർ മുൻപോട്ട് യാത്ര ചെയ്യാൻ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എന്റെ അടുക്കിലേക്ക് പർവ്വതത്തിലേക്ക് കടന്നു വാ, ഞാൻ അവിടെയുണ്ട്. ചില നിർദ്ദേശങ്ങൾ ഞാൻ നിനക്ക് കൈമാറാൻ പോകുകയാണ്. ഈ നിർദ്ദേശങ്ങൾ നീ എന്ത് ചെയ്യണം? ഈ ജനത്തിന് കൈമാറണം. ഹല്ലേലൂയ. അങ്ങനെ മോശ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആമേൻ കയ്യിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വാങ്ങേണ്ടതിന് അവൻ ജനത്തിന് കൈമാറേണ്ടതിന് അവൻ പർവ്വതത്തിലേക്ക് കയറി പോകുവാനിടയായി തീർന്നു. അവൻ അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ 40 ദിവസക്കാലം അവൻ അങ്ങനെ കുടിക്കാതെയും ഉണ്ണാതെയും ദൈവപാദപീഠത്തിൽ ഇരിക്കുകയാണ്. ദൈവം അവനോട് സംസാരിക്കുകയാണ്, ദൈവം അവനോട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അവർ തമ്മിൽ വിധമായ ബന്ധത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ കാണുന്നത് 40 ദിവസമായി കടന്നുപോയ മോശയെ ഇന്നുവരെ കണ്ടിട്ടില്ല. മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. മോശ പർവ്വതത്തിൽ പോയി അവിടെ നിന്ന് മോശ മരിച്ചുപോയി കാണും. അവിടെ നിന്ന് മോശ ഇല്ലാതായി കാണാം. അല്ലെങ്കിൽ ദൈവമാണ് എടുക്കേണ്ടി പോയി കാണാം. അതുകൊണ്ട് ഇനിയും മോശ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല. ഇനിയും മോശ വരത്തില്ല. കാരണം 40 ദിവസമായി. അതുകൊണ്ട് സഹോദരനായ അഹരോനോട് ജനം പറയുകയാണ്, മോശ ഇനിയും വരത്തില്ല, മോശയെ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മിസ്രൈമിൽ ജീവിക്കുമ്പോൾ അവിടെ അനേക ദേവന്മാരുണ്ടായിരുന്നു, അനേക വിദ്യാമൂർത്തികൾ ഉണ്ടായിരുന്നു, അനേക ബിംബങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അനേക ബിംബങ്ങളെ ജനം ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെ മിസ്രൈമിൽ ഉള്ളതുപോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉണ്ടാക്കി തരണം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നതും ആമേൻ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ആമേൻ ഫറവോൻ വെച്ചിരുന്ന നുകം ഒടിച്ചു കളഞ്ഞിട്ട് ആമേൻ സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടുവന്നതെല്ലാം അവർ മറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അവർ മറന്നു. ആമേൻ. ദൈവത്തെ മറന്നു കളഞ്ഞിട്ട് അവർ പറയുന്നത് എങ്ങനെയാണ്? മോശ കാണുന്നില്ല, മോശയെ കാണുന്നില്ല. മോശ പർവ്വതത്തിൽ പോയതാണ്, ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് ആമേൻ ഞങ്ങളെ ഇനി മുൻപോട്ട് നടത്തണമെങ്കിൽ ആരില്ല? ചിന്താഗതികൾ മാറിപ്പോയി. ആമേൻ. അവരുടെ ചിന്തകൾ മാറിപ്പോയി. അവരെ കൊണ്ടുവരുന്നത് ആരെന്നുള്ള ചിന്ത അവർക്ക് മറന്നുപോയി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് മോശ ആമേൻ ഇനിയും മുൻപോട്ട് നയിക്കാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഹല്ലേലൂയ. അഹരോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീരെന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. കണ്ടോ? അഹരോനോട് ഈ അഭിപ്രായം പറഞ്ഞു തീർന്ന മുമ്പേ എന്താ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ച അഹരോൻ നിൽക്കുന്നത്? അഹരോനോട് ഈ വിഷയം പറഞ്ഞതേ ഉള്ളൂ. അഹരോൻ പറയുകയാണ്, നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ കാതിലും കഴുത്തിലും കിടക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഈ ചെറിയ ചെറിയ ആഭരണങ്ങളുണ്ടല്ലോ, ആമേൻ കുണുക്കുകളുണ്ടല്ലോ, ആമേൻ മൂക്കൂത്തുകളുണ്ടല്ലോ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്വർണം ആമേൻ ഹല്ലേലൂയ ഈ ആഭരണങ്ങൾ ഊരി നിങ്ങൾ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരുകയും. ഹല്ലേലൂയ. ജനം അത് കേട്ടു. അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, അവർക്കൊരു ദൈവത്തെയാണ് ആവശ്യം. ഹല്ലേലൂയ. അവർക്ക് മുൻപിൽ ഒരു ദൈവത്തെ എന്തെങ്കിലും പ്രതിഷ്ഠിച്ചു നിർത്തണം. ഹല്ലേലൂയ. അതിനെ അവർക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. കാരണം അവർ മിസ്രൈമിൽ അത് കണ്ടുകൊണ്ടിരുന്നവരാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് മുൻപിൽ ഒരു ബിംബത്തെ കാണണം, ഒരു വിഗ്രഹത്തെ കാണണം. അതുകൊണ്ട് അവർക്ക് ഈ പൊന്നും വെള്ളിയൊന്നും വിഷയമല്ല. ആമേൻ ഹല്ലേലൂയ. ദൈവം അവർക്ക് കൊടുത്ത നന്മയാണിത്. ആമേൻ ഹല്ലേലൂയ. അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവർക്ക് ആവശ്യം ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് അവരത് ഊരി ആമേൻ ഹല്ലേലൂയ അഹരോന്റെ കരങ്ങളിലേക്ക് കൊണ്ടുകൊടുക്കാനിടയായി തീർന്നു. അവിടെ നമ്മൾ വായിച്ചത് അഹരോൻ ഇതെല്ലാം വാങ്ങിച്ചിട്ട് തീയിലിട്ട് അവൻ ഒരുക്കി കയ്യിലിരുന്നൊരു കൊത്തുളി കൊണ്ട് യേശുവിന്റെ നാമത്തിൽ കണ്ടോണേ. ആമേൻ ഹല്ലേലൂയ. കയ്യിലൊരു കൊത്തുളി ഉണ്ടായിരുന്നു അഹരോന്റെ കയ്യിൽ. ഈ കൊത്തുളി എവിടുന്ന് കൊണ്ടുവന്നതാണ്? ജീസസ്. ഹല്ലേലൂയ. ഈ ബിംബത്തെ പണിതെടുക്കാൻ ഹല്ലേലൂയ അഹരോന്റെ ആമേൻ പൊക്കണത്തിനകത്തറകൾ ആമേൻ ഹല്ലേലൂയ ഈ കൊത്തുളി എവിടുന്ന് കൊണ്ടുവന്നതാണ്? ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നതാ. അത് മിസ്രൈമിൽ കളയേണ്ടതാണ് ഈ കൊത്തുളി. അത് അവിടെ കളയാതെ ഇത് കീശറിയിട്ടുകൊണ്ട് ഈ വരവ് വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആവശ്യപ്പെട്ടപ്പോഴേ ഹല്ലേലൂയ ജനം ആവശ്യപ്പെട്ടപ്പോഴേ ഹല്ലേലൂയ പൊക്കണത്തിനകത്തളങ്ങളിൽ നിന്ന് പാരമ്പര്യമായി ഒരുക്കുന്ന കൊത്തുളി പുറത്തെടുത്തിട്ട് ഹല്ലേലൂയ ഈ കൊണ്ടുവന്നിരിക്കുന്ന ആഭരണങ്ങളെ ഒരുക്കി ആ കൊത്തുളി കൊണ്ട് അവനൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയെടുത്തു. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് മിസ്രൈമിൽ കളയേണ്ടതൊന്നും എന്ത് ചെയ്തില്ല? അഹരോൻ കളഞ്ഞില്ല. അത് അഹരോന്റെ സഞ്ചിയിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് സഞ്ചിയിൽ ഉണ്ടായത് കൊണ്ടാണ് അഹരോൻ ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് പണിതത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, അവൻ വിളിച്ചു വേർതിരിച്ച് അവൻ വേർപെട്ടവരായി ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ഇറങ്ങിത്തിരിച്ചിട്ടും ചിലത് എന്ത് ചെയ്തിട്ടില്ല? അതാ ദൈവപ്രവൃത്തി നടക്കുന്നത്. ഹല്ലേലൂയ. ഇറങ്ങിത്തിരിച്ചു, പക്ഷേ ഇറങ്ങിത്തിരിച്ചിട്ടും എവിടൊക്കെയോ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതെടുത്ത് കളഞ്ഞിട്ടില്ല. എന്തിനാ വെച്ചിരിക്കുന്നത്? ആവശ്യം വരും. ഹല്ലേലൂയ. ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനാ ഹല്ലേലൂയ അഹരോനെ നീ കൊത്തുളി എടുത്ത് നിന്റെ സഞ്ചിയിലിട്ടിരുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ജനത്തിന് ആവശ്യം വന്നപ്പോൾ നീ അത് പുറത്തെടുത്തു. ഹല്ലേലൂയ.
അവൻ അതുകൊണ്ടൊരു അവൻ ആ കാളക്കുട്ടിയെ ഉണ്ടാക്കി, നല്ല പരുവത്തിനൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്തു. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഹല്ലേലൂയ ആഭരണങ്ങൾ ഊരുമ്പോഴും ആമേൻ തീയിൽ ആമേൻ ഇത് ഇടുമ്പോഴും ഹല്ലേലൂയ അഹരോൻ ആമേൻ ഹല്ലേലൂയ തന്റെ ആമേൻ ഹല്ലേലൂയ സഞ്ചിയിൽ നിന്ന് കൊത്തുളിയെടുത്ത് ആമേൻ ഇതിനെ ആമേൻ ഹല്ലേലൂയ രൂപ ഭംഗി വരുത്തുമ്പോഴും ആമേൻ ഹല്ലേലൂയ പർവ്വതത്തിൽ രണ്ടുപേർ ആമേൻ ഹല്ലേലൂയ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ജനത്തോട് പറയണം, ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടാകരുത്. ആമേൻ ഹല്ലേലൂയ ഒരു വിഗ്രഹത്തെയും നിങ്ങൾ ഉണ്ടാക്കരുത്. ആമേൻ എന്നുള്ളതായ കൽപ്പനകൾ ആമേൻ ഹല്ലേലൂയ എഴുതി വെക്കുമ്പോൾ ആമേൻ ഇവിടെ പാളയത്തിൽ ആമേൻ ഹല്ലേലൂയ അവരുടെ വിഗ്രഹം ഉണ്ടാക്കരുത് ദൈവം നിർദ്ദേശം എഴുതുമ്പോൾ ആമേൻ ഭൂമിയിലുള്ള പാളയത്തിനകത്തറങ്ങുക ആമേൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആമേൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി. Praise God. Hallelujah. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ കാളക്കുട്ടിയെ അവരുണ്ടാക്കി. ആമേൻ ഹല്ലേലൂയ. അഹരോൻ ആമേൻ ശുശ്രൂഷകനാണ്, കൂടെ നിൽക്കുന്ന ആളാണ്. ആമേൻ കാളക്കുട്ടിയെ ഒരുക്കി അങ്ങോട്ട് നിർത്തിയിട്ട് ആമേൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുക്കേണ്ട യാഗപീഠത്തെ കാളക്കുട്ടിയുടെ മുൻപിലേക്ക് ഒരുക്കുകയാണ്. ജീസസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. കാളക്കുട്ടിയുടെ മുൻപിൽ ആമേൻ ഹല്ലേലൂയ യാഗപീഠം പണിത് ഒരു വലിയ യാഗം ഈ കാളക്കുട്ടിയുടെ മുൻപിൽ അർപ്പിക്കുകയാണ് ജനത്തിന് വേണ്ടി. ജനത്തിന് വലിയ സന്തോഷമായി, ജനത്തിന് വലിയ സന്തോഷമായി. അവിടെ ആമേൻ ആർപ്പുവിളിയായി ബഹളമായി ഒരു വലിയ ആരാധനയെ അങ്ങോട്ട് വെളിപ്പെടുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ അഹരോനാണ് നേതൃത്വം കൊടുക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. വലിയ അവർ ഹല്ലേലൂയ അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ട വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ തിന്നു കുടിച്ചു. അവർ ഹല്ലേലൂയ സന്തോഷിപ്പാൻ എഴുന്നേറ്റ് തുടങ്ങി. അവർ കളിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർ ദൈവത്തെ ആമേൻ അവരുടെ മുൻപിൽ നിർത്തിയിരിക്കുന്ന കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ആരാധന നടത്തുകയാണ്. തുള്ളിച്ചാടി കർത്താവ് ഹല്ലേലൂയ കാളക്കുട്ടിയുടെ മുൻപിൽ അവർ ആരാധിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ പാട്ടുകാരുണ്ട്, താളക്കാരുണ്ട്, മേളക്കാരുണ്ട്. ആമേൻ ഒരു വലിയ സാലിലെ കൂട്ടമാണ്. ആമേൻ ഹല്ലേലൂയ കാളക്കുട്ടിയുടെ മുൻപിൽ നൃത്തം ചെയ്ത് അവർ ആരാധന നടത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ കാളക്കുട്ടിയുടെ മുൻപിൽ ആരാധന നടത്തുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചിലരെ ആമേൻ ഹല്ലേലൂയ ഈ ശക്തി ചിലരുടെ മേൽ അങ്ങോട്ട് വ്യാപരിക്കും. ഈ ശക്തി ചിലരുടെ മേൽ വ്യാപരിച്ചിട്ട് ഇത് ആമേൻ ഹല്ലേലൂയ അട്ടഹസിച്ച് ആമേൻ ഹല്ലേലൂയ തുള്ളിച്ചാടി ആമേൻ ഹല്ലേലൂയ കറങ്ങി ആമേൻ എന്ത് ചെയ്യും? മറിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുള്ളിച്ചാടി കറങ്ങി ആമേൻ എങ്ങനെ വീഴുന്നെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ കൂടെ നിൽക്കുകയാണ്. ആമേൻ വീഴുന്നവന്റെ മേൽ ആമേൻ വീഴുന്ന സ്ത്രീകളായാലും പുരുഷന്റെ മേലായാലും അവർ വീണ് കഴിഞ്ഞ ഉടനെ അവരെ ആമേൻ ഒരു പുതപ്പ് കൊണ്ട് ചെയ്യും. അപ്പോൾ ആമേൻ അവരുടെ വീഴ്ചകൾ അങ്ങനെയായിരിക്കും. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ പറയാം ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ ആത്മസാന്നിധ്യത്തോടെ ആമേൻ ഒരുവൻ ദൈവസന്നിധി വീഴുന്നത് അവൻ ദൈവസന്നിധി കമന്നായിരിക്കും വീഴുന്നത്. ഹല്ലേലൂയ. ആമേൻ. കാരണം ദൈവസന്നിധി സാഷ്ടാംഗം വീഴുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം ആമേൻ അബ്രഹാം പ്രാർത്ഥിക്കുമ്പോൾ കമന്ന് വീണാണ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. യോശുവ പ്രാർത്ഥിക്കുമ്പോൾ കമന്ന് വീണാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. യാക്കോബ് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൂതന്മാർ ഇറങ്ങി വരുമ്പോൾ അവൻ കമന്നാണ് വീഴുന്നത്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുമ്പോൾ അവൻ കമന്നാണ് വീഴുന്നത്. ഹല്ലേലൂയ. ആമേൻ. വെല്ലും ബ്രേക്കും ഇല്ലാതൊന്നുമല്ല വീഴുന്നത്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. വീഴുന്നവൻ എന്തുണ്ട്? ബോധമുണ്ട്. വീഴുന്നവന് ബോധമുണ്ട് അകത്തളങ്ങളിൽ. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ആമേൻ ആത്മവിവശനായി ആമേൻ ദൂതന്റെ മുൻപിൽ വീഴുമ്പോൾ ഹല്ലേലൂയ ബോധമുള്ളവനായി ആത്മവിവശതയിലാണ് വീണിരിക്കുന്നത്. പക്ഷേ ആ വീഴ്ചയിലും ആമേൻ എഴുതുവാൻ പറയുന്നത് ഗ്രഹിപ്പാൻ
മനസ്സിലായോ? ഹല്ലേലൂയ. പോകാം മുമ്പോട്ട് യേശുവിന്റെ നാമത്തിൽ. ഇവിടെ കാളക്കുട്ടിയുടെ മുൻപിൽ ആരാധന നടത്തുമ്പോൾ സ്വർഗത്തിൽ അവൻ ഹല്ലേലൂയ പർവ്വതത്തിൽ മോശയോടൊപ്പം അവൻ ദൈവം ഇറങ്ങി വന്നുകൊണ്ട് അവൻ കൽപ്പലകയ്ക്കകത്തളങ്ങളിൽ അവൻ ഹല്ലേലൂയ പ്രമാണം എഴുതുകയാണ്. ജനത്തിന് കൊടുക്കാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ആ കൽപ്പലക ആമേൻ ആര് കൊണ്ടുവന്നതാ? ആ കൽപ്പലക ആരാ കൊണ്ടുവന്നത്? അല്ല, അതാ നമ്മൾക്ക് അവിടെ തെറ്റുന്നത്. ഹല്ലേലൂയ. ആ കൽപ്പലക വെട്ടിയെടുത്തത് ദൈവമാണ്. ആ കൽപ്പലക്കകത്തളങ്ങളിൽ എഴുതുന്നതാരാണ്? ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. മോശ കൂടിയിരിക്കുന്നതേ ഉള്ളൂ. ആമേൻ. ദൈവമാണ് കൽപ്പനക വെട്ടിയെടുത്തത്. ദൈവമാണ് കൽപ്പനകൾ എഴുതി കൊടുക്കുന്നത്. ആമേൻ. മോശ അടുത്തിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട്. ആമേൻ ഹല്ലേലൂയ. എഴുതി തീർന്നപ്പോൾ ആമേൻ മോശയോട് ദൈവം പറയുകയാണ്, ഈ പെട്ടെന്ന് പാളയത്തിലേക്ക് ചെല്ല്. അവരുടെ ആമേൻ ജീവിതത്തിന്റെ ശൈലി മാറി. അവർ എന്നിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അവർ സ്വന്തമായി അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ വിഗ്രഹങ്ങളെ മുൻപിൽ ആരാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പാളയത്തിലേക്ക് കടന്നിയെന്ന്. അപ്പോൾ മോശ പാളയത്തിൽ ഇറങ്ങി വന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. വലിയ ആരാധന, വലിയ വർഷിപ്പ് നടക്കുമ്പോൾ ഹല്ലേലൂയ മോശ വന്ന് ആ വർഷിപ്പിന്റെയും ആരാധനയുടെയും ഹല്ലേലൂയ ആ മേളം കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഇവർ അകന്നു മാറിയല്ലോ. ദൈവസന്നിധിയിൽ നിന്ന് ഇവർ വിട്ടുമാറിയല്ലോ. ഇവരെ വിടുവിച്ച ദൈവത്തെ അവർ മറന്നു കളഞ്ഞല്ലോ എന്നുള്ളതായിരിക്കുന്ന ഹൃദയവേദന കൊണ്ട് ഹല്ലേലൂയ മോശ എന്ത് ചെയ്തു? കയ്യിലിരുന്ന കൽപ്പനക ദൈവം എഴുതി കൊടുത്ത പ്രമാണത്തെ തട്ടുടച്ചു കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാം, ദൈവം ചിലത് തന്നത്, ദൈവം ചിലത് കൈമാറിയത്. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോ നിങ്ങളെ തട്ടുടച്ച് കളയരുത്. നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ അയൽവാസിയുടെ ജീവിതത്തിൽ നിന്ന് വല്ലതുമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വേണം. നമ്മൾ അറിയത്തില്ല ദൈവം നമ്മളിൽ നിന്ന് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഒരു വാക്ക് തലമുറയിൽ നിന്ന് അല്ല ചിലപ്പോൾ നമുക്കൊന്നും സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എതിർക്കും. പക്ഷേ ആ എതിർക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് മതി, സ്വർഗം നമ്മളിലേക്ക് കൈമാറിയത് പാട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശ അത്രമാത്രം ഒന്നും ഉദ്ദേശിച്ചില്ല. ഹല്ലേലൂയ. ഇത് മോശയുടെ അങ്ങനത്തെ വിഷമം കൊണ്ടാണ് മോശ ഇത് ആൾ ഉടച്ചു കളഞ്ഞത്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പിന്നത്തേതിൽ ഹല്ലേലൂയ ഈ ജനത്തെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഏകദേശം 3000 പേര് ഒറ്റയടിക്ക് മരണപ്പെട്ടു. ഹല്ലേലൂയ. പുറത്ത് തള്ളപ്പെട്ട് കിടന്ന ലേവ്യൻ ഒറ്റ നിമിഷം കൊണ്ട് അകത്തളങ്ങളിൽ കയറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ സഭകളിൽ ലേവിക്ക് കയറാൻ പോലും അധികാരമില്ലാത്ത ലേവിയ ഇങ്ങനെ പ്രാർത്ഥിച്ചു നടന്നതാ. ദൈവമേ ഏതെങ്കിലും ഒരു അവസരം എനിക്ക് നൽകണമേ എന്ന് ഹല്ലേലൂയ വീട് കിട്ടിയ അവസരമായിരുന്നു. ആ അവസരം ആ അവസരത്തിൽ തന്നെ ലേവി ചാടി അങ്ങനെ അകത്തളങ്ങളിൽ കയറി. മോശ പറയുകയാണ് കർത്താവിന്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആരും മാറി നിൽക്കാനില്ലായിരുന്നു. പുറത്ത് തള്ളപ്പെട്ട് കിടന്നവൻ ഹല്ലേലൂയ വേണ്ടെന്ന് പറഞ്ഞവനെ അകത്ത് കയറ്റെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവൻ ഒറ്റ വാക്കുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അവൻ അകത്ത് കയറിയവൻ പുരോഹിതനായി മാറി. ഇങ്ങനെ ഹല്ലേലൂയ ഈ കൽപ്പലക ഉടഞ്ഞു പോയപ്പോൾ ദൈവത്തോട് മോശ പിന്നെയും കരഞ്ഞു. ദൈവത്തോട് പിന്നെയും നിലവിളിച്ചു, കർത്താവേ നശിപ്പിച്ചു കളയരുത്, ഇല്ലാതാക്കി കളയരുത്, മുടിച്ചു കളയരുത്. ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുക്കണം ഈ ജനത്തിന്.